നമ്മുടെ ശരീരത്തിൽ ഏകദേശം 40 ട്രില്യൺ കോശങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഈ 40 ട്രില്യൺ കോശങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരേയൊരു ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്കറിയാമോ? ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എന്ന് പറയുന്നത് വെറും ഒരു അന്ധവിശ്വാസമോ ഒരു മാജിക്കോ ഒന്നുമല്ല. ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് പലർക്കും ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കാത്തത് എന്നും അത് എങ്ങനെ ശരിയായ വിധത്തിൽ ഉപയോഗിക്കാം എന്നുമാണ്. ഈ വീഡിയോ തീർച്ചയായിട്ടും അവസാനം വരെ കാണുക. കാരണം നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കുന്നത് എന്ന് ലളിതമായിട്ട് പറയാം. പക്ഷേ ഇവിടെയാണ് മിക്കവാറും പേര് ഒരു വലിയ തെറ്റ് ചെയ്യുന്നത്. അത് എന്താണെന്നറിയാമോ? മിക്കവാറും ആളുകൾ അവരവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, മറിച്ച് അവരവർക്ക് വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എനിക്ക് കടമുണ്ടാകരുത്, എനിക്ക് അസുഖം വരരുത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കടങ്ങളിലേക്കും അതുപോലെ അസുഖങ്ങളിലേക്കും ഒക്കെയാണ്, അല്ലേ? നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ ചിന്തകൾ കൂടുതലും എന്തിനെക്കുറിച്ചായിരുന്നു? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നോ അതോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നോ? നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെ ആയാലും അത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. നമുക്കറിയാമല്ലോ പരസ്പരം. ഇനി ഇതിൻ്റെ ശാസ്ത്രീയ വശം നമുക്ക് നോക്കാം. നമ്മുടെ ചിന്തകളും വികാരങ്ങളുമൊക്കെ നമ്മുടെ ശരീരത്തിൽ യഥാർത്ഥ രാസമാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നുണ്ട്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം സെറോട്ടോണിൻ, ഡോപ്പമിൻ തുടങ്ങിയ നല്ല ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. ഇത് നമ്മുടെ വൈബ്രേഷനെ അഥവാ നമ്മുടെ ഊർജ നിലയെ വർദ്ധിപ്പിക്കും. പക്ഷേ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന സമയത്ത് സ്ട്രെസ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതിലൂടെ നമ്മുടെ ഊർജ നില കുറഞ്ഞു പോകും. ഒരു റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത്. നിങ്ങൾ FM-ൽ ഒരു 98.7 ആണ് ട്യൂൺ ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റേഷൻ മാത്രമല്ലേ കേൾക്കാൻ പറ്റൂ. അതുപോലെ തന്നെ നിങ്ങൾ ദാരിദ്ര്യത്തിലേക്കോ ദുഃഖത്തിലേക്കോ ഒക്കെയാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്കിൽ ആ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരൂ. നല്ല അവസരങ്ങൾ വന്നാലും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കാണാം. ഈ വിധത്തിലുള്ള നല്ല വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ മനസ്സിനെ പ്രധാനമായിട്ടും ബോധമനസ്സെന്നും ഉപബോധമനസ്സെന്നും തിരിക്കാം. നിങ്ങൾക്കറിയാമത്. നമ്മുടെ ദൈനംദിന ചിന്തകളുടെ ഒരു വളരെ ചെറിയ ശതമാനം മാത്രമേ ബോധമനസ്സിൽ നടക്കുന്നുള്ളൂ. ബാക്കി 95% നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ്. നമ്മുടെ കുട്ടിക്കാലം മുതലൊക്കെ നമ്മൾ കേട്ട് വളർന്ന കാര്യങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ, ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഉപബോധ മനസ്സിൽ തന്നെയാണ്. ഒരു ഉദാഹരണത്തിന് ബോധമനസ്സ് കൊണ്ട് നമ്മൾ വളരെ ധനികനാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും, അല്ലേ? പക്ഷേ ഇവിടെ വാസ്തവം എന്താണെന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സിൽ പണക്കാരൊക്കെ നല്ലവരല്ല, അല്ലെങ്കിൽ പണമുണ്ടാക്കാൻ വലിയ പാടാണ്, സമ്പന്നർ ദുഷ്ടന്മാരാണ്, ഈ വിധത്തിലൊക്കെയുള്ള ചിന്തകളാണ് എങ്കിൽ നിങ്ങൾ എത്രയൊക്കെ ആഗ്രഹിച്ചാലും പണം നിങ്ങളിലേക്ക് എത്തില്ല. കാരണം നിങ്ങളുടെ ഒരു വലിയ ശതമാനം വരുന്ന ഉപബോധ മനസ്സ് സ്വാഭാവികമായിട്ടും പണത്തിൻ്റെ നിങ്ങളിലേക്കുള്ള ഒഴുക്കിനെ അവിടെ തടസ്സപ്പെടുത്തും. അപ്പോൾ ഈ ഉപബോധ മനസ്സിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ പരിഹാരമായിട്ടുള്ളത്.
ഈ വിധത്തിൽ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നതിനെക്കുറിച്ച്, അതിനുള്ള പല വിധത്തിലുള്ള ടെക്നിക്കുകളെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ വിശദമായിട്ട് പഠിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ ഓൺലൈൻ കോഴ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. വളരെ ചുരുങ്ങിയ, വളരെ തുച്ഛമായിട്ടുള്ള ഫീ മാത്രമേ ഉള്ളൂ. അതിന് പൂർണ്ണമായിട്ടും മലയാളത്തിൽ തന്നെയാണ്. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഓൺലൈനിലൂടെയൊക്കെ പഠിക്കാൻ സാധിക്കും, നിങ്ങളുടെ സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച്. അപ്പോൾ അതിൽ ചേരാൻ വേണ്ടിയിട്ട്, കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്ന 8086089337 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇനി അവസാനമായിട്ട്, പലരും ലോ ഓഫ് അട്രാക്ഷൻ പരീക്ഷിച്ചിട്ട് പരാജയപ്പെടാനുള്ള ഒരു പ്രധാന കാരണത്തെ പറയാം. വെറുതെ ഒരു മുറിയിൽ അടച്ചിരുന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം അത് നടക്കാനൊന്നും പോകുന്നില്ല. ഈ അട്രാക്ഷൻ എന്നുള്ള വാക്കിൻ്റെ അവസാനത്തെ 6 അക്ഷരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവസാനത്തെ 6 അക്ഷരങ്ങൾ ഏതാണ്? 6 അക്ഷരങ്ങൾ ഇത്രയേ ഉള്ളൂ. ആക്ഷൻ. ആക്ഷൻ എന്നാണ് അവസാന 6 അക്ഷരങ്ങൾ കുറിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് കൃത്യമായിട്ടുള്ള പ്രവൃത്തികൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ശരിയായ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടുകയും അതിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റണം. ഉപബോധ മനസ്സിനെ പോസിറ്റീവായിട്ട് പ്രോഗ്രാം ചെയ്യണം. ഒപ്പം അതിനായിട്ട് പ്രവർത്തിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ ആ അനുഭവം താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പങ്കുവയ്ക്കൂ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.